സഭയുടെ പീഡാനുഭവങ്ങളുടെ ആദ്യഘട്ടം യഹൂദ മദ്ധാരികളിൽ നിന്നായിരുന്നു. AD 29 മുതൽ 59 വരെയുള്ള സഭാചരിത്രമാണ് അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. സഭായുഗത്തിലെ അറിയപ്പെടുന്ന ആദ്യത്തെ രക്തസാക്ഷിയാണ് സ്തേഫാനോസ്. തിരുവചനത്തിൽ പ്രസ്താവിച്ചിരിക്കുന്ന രക്തസാക്ഷിത്വ വൃത്താന്തങ്ങളിൽ സ്തേഫാനോസിൻ്റെ മരണത്തിനാണ് ഏറ്റവും ദീർഘവും സവിസ്തരവുമായ വിവരണം നൽകിയിരിക്കുന്നത്. സ്തേഫാനോസ് വധിക്കപ്പെട്ടത് കർത്താവിൻ്റെ ക്രൂശീകരണം കഴിഞ്ഞ് അടുത്ത പെസഹകാലത്തായിരുന്നുവെന്ന് കരുതപ്പെടുന്നു. സ്തേഫാനോസിൻ്റെ വ്യക്തിത്വത്തെ നാം ശ്രദ്ധിക്കുന്നത് പ്രയോജനപ്രദമാണ്. മേശകളിൽ ശുശ്രൂഷ ചെയ്യുന്ന എളിയ സേവനത്തിനായി അപ്പോസ്തലന്മാർ കൈവച്ച് വേർതിരിച്ച 7 പുരുഷന്മാരിൽ ഒരുവനായിരുന്നു ഈ സ്തേഫാനോസ്. ഈ ശുശ്രൂഷയ്ക്കായി സ്വയം സമർപ്പിച്ച സ്തേഫാനോസിനെക്കുറിച്ച് ആത്മാവും ജ്ഞാനവും നിറഞ്ഞവൻ, നല്ല സാക്ഷ്യമുള്ളവൻ, വിശ്വാസവും പരിശുദ്ധാത്മാവും നിറഞ്ഞവൻ, കൃപയും ശക്തിയും നിറഞ്ഞവൻ എന്നെല്ലാം തിരുവെഴുത്ത് സാക്ഷിക്കുന്നു. അപ്പോസ്തലപ്രവൃത്തികൾ 6-ാം അധ്യായത്തിൽ ഇത് നമുക്ക് കാണുവാൻ കഴിയും. ഈ വിധ ശ്രേഷ്ഠ ഗുണങ്ങളാൽ നിർഭയനായ സ്തേഫാനോസ് മേശകളിൽ ശുശ്രൂഷ ചെയ്യുവാൻ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു എന്നത് തന്നിൽ വിളങ്ങിയിരുന്ന വിശിഷ്ട സ്വഭാവത്തെയാണ് വെളിപ്പെടുത്തുന്നത്. യഹൂദന്മാരുടെ കയ്യാൽ ക്രൂരമായ പീഡകൾക്ക് തുടക്കം കുറിച്ചത് സ്തേഫാനോസിൻ്റെ അതിശയമാർന്ന ശുശ്രൂഷയോടുകൂടിയാണ്. ഹ്രസ്വമെങ്കിലും അതിമഹത്തായ ഒരു ശുശ്രൂഷ സ്തേഫാനോസിൽ കൂടെ ദൈവം നിവർത്തിച്ചു. അത്ഭുതങ്ങളോടും അടയാളങ്ങളോടും കൂടെ താൻ ചെയ്ത ഫലപ്രദമായ ശുശ്രൂഷയ്ക്കെതിരായി ജനവും മൂപ്പന്മാരും ശാസ്ത്രിമാരും മഹാപുരോഹിതന്മാരും എഴുന്നേറ്റു. അവർ സ്തേഫാനോസിനെ പിടിച്ച് ന്യായാധിപ സംഘത്തിന് മുൻപിൽ നിർത്തി തന്നെ വധിക്കുവാൻ കൂടിവന്ന ജനസംഘത്തെ സഹോദരന്മാരും പിതാക്കന്മാരുമായ പുരുഷന്മാരെ എന്ന് സ്നേഹം നിറഞ്ഞ വാക്കുകളാൽ അഭിസംബോധന ചെയ്തുകൊണ്ട് സുദൃഢമായ ധൈര്യത്തോടെ സ്തേഫാനോസ് ദീർഘമായ ഒരു ദൂത് നൽകി. ഇത് അപ്പോസ്തലപ്രവൃത്തികൾ 7-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ആ ദൂതാകട്ടെ അവരെ കോപാക്രാന്തരാക്കി. അവർ അവൻ്റെ നേരെ പല്ല് കടിച്ചു. അവനോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി. ദൈവമഹത്വവും ദൈവത്തിൻ്റെ വലതുഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു. അതുകൊണ്ട് അവൻ മുട്ടുകുത്തി. കല്ലുകൾ പാഞ്ഞു വന്ന് ശരീരത്തിൽ പതിച്ചു. കല്ലുകൾ കൊണ്ട് ശരീരം തകർക്കപ്പെട്ടു. രക്തങ്ങൾ വാർന്നൊഴുകി. ദാരുണ മരണം പ്രാപിക്കാൻ കർത്താവേ, ഇവർക്ക് ഈ പാവം നിർത്തരുതേ എന്ന് ഉച്ചത്തിൽ നിലവിളിച്ചു. ഈ അന്ത്യമൊഴികളോടെ സ്തേഫാനോസ് കർത്താവിൽ നിദ്ര പ്രാപിച്ചു. ജ്വലിച്ചു പ്രകാശിക്കുന്ന ഒരു ദീപം പോലെയായിരുന്നു സ്തേഫാനോസിൻ്റെ ശുശ്രൂഷ. വേഗത്തിൽ ആ ദീപം അണയുകയും ചെയ്തു. യേശു ചെയ്തതുപോലെ തൻ്റെ ഘാതകന്മാർക്കായി പ്രാർത്ഥിച്ചുകൊണ്ടാണ് സ്തേഫാനോസ് അന്തരിച്ചത്. ഈ വിശുദ്ധൻ്റെ സ്മരണ എത്ര അനുഗ്രഹിക്കപ്പെട്ടത്! സ്തേഫാനോസിൻ്റെ മരണത്തെ തുടർന്ന് യെരുശലേമിലെ സഭയ്ക്ക് വലിയ ഉപദ്രവം നേരിട്ടു. അപ്പോസ്തലന്മാർ ഒഴികെ എല്ലാവരും യെരുശലേം വിട്ട് ജീവരക്ഷാർത്ഥം സമീപ പ്രദേശങ്ങളിൽ അഭയം തേടി. അക്കാലത്ത് 2000-ഓളം ക്രിസ്ത്യാനികൾ അതിദയനീയമാം വിധം വധിക്കപ്പെട്ടു. സ്തേഫാനോസിനോടൊപ്പം മേശകളിൽ ശുശ്രൂഷ ചെയ്യുവാനായി വേർതിരിക്കപ്പെട്ടിരിക്കുന്ന നിക്കനോറും രക്തസാക്ഷിത്വം വരിച്ചു. അങ്ങനെ കർത്താവിൻ്റെ പറുദീസയിൽ പുനരുത്ഥാന ഉയർപ്പിനായി സ്തേഫാനോസ് വിശ്രമം കൊള്ളുന്നു. തുടർന്നും അടുത്ത വീഡിയോയിൽ 2-ാമത്തെ രക്തസാക്ഷിത്വം വരിച്ച അപ്പോസ്തലൻ ആരെന്ന് കേൾക്കുവാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യുക. ദൈവം നിങ്ങളെവരെയും അനുഗ്രഹിക്കുന്നവരാകട്ടെ. ആമേൻ.